എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പവർഫുൾ ടെക്നിക്കായ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. റോണ്ട ബേണിൻ്റെ ദ സീക്രട്ട് എന്ന ബുക്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു പുതിയ വീട് വാങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ വീടിന് അമ്മയുൾപ്പെടെ ഒട്ടേറെ പേർ വില പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ വീട് സ്വന്തമാക്കാനായി സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എഴുതാൻ അമ്മ തീരുമാനിക്കുകയും സ്വന്തം പേരിനൊപ്പം ആ വീടിൻ്റെ വിലാസവും ചേർത്ത് പലതവണ എഴുതി വയ്ക്കുകയും ചെയ്തു. എഴുതി ഇതുതന്നെയാണ് തൻ്റെ സ്വന്തം മേൽവിലാസമെന്ന് അമ്മയ്ക്ക് തോന്നാൻ തുടങ്ങി. അവർ തൻ്റെ വീട്ടുപകരണങ്ങൾ ആ വീട്ടിൽ അതാത് സ്ഥാനങ്ങളിൽ വെക്കുന്നതായി മനസ്സിൽ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ അമ്മയുടെ ഓഫർ സ്വീകരിച്ചതായി ഫോൺ സന്ദേശം വന്നു. അവർക്ക് വളരെയേറെ ആഹ്ലാദം തോന്നി. പക്ഷേ ഒട്ടും അത്ഭുതം തോന്നിയില്ല. അവർക്കറിയാമായിരുന്നു ആ വീട് തൻ്റേതായി എന്ന്. അപ്പോൾ ഇത് തന്നെയാണ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എഴുതാൻ വേണ്ടിയിട്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. നമ്മുടെ ലക്ഷ്യം നേരത്തെ തന്നെ സംഭവിച്ചു എന്ന പോലെ ഫീൽ ചെയ്ത് വേണം നമ്മൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എഴുതാൻ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു നോട്ട്ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഒരു മണി മാനിഫെസ്റ്റേഷൻ ജേണൽ എന്നെഴുതിയ ഒരു പ്രത്യേക ബുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ ജേണൽ എന്നും, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ജേണൽ എന്നും, ജോബാണോ അതിന് വേണ്ടുന്ന ഒരു ജേണലായിട്ട് നമുക്കൊരു പ്രത്യേക ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി നമുക്ക് ആർക്കും തന്നെ ഒരു 5-10 മിനിറ്റ് ഫ്രീ 5-10 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എഴുതാൻ വേണ്ടി ചിലവഴിക്കേണ്ടുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എഴുതുമ്പോൾ എപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം. ഇപ്പോൾ നമുക്ക് പണമാണ് ആഗ്രഹമെങ്കിൽ നമുക്കതിപ്പോഴേ ലഭിച്ചു കഴിഞ്ഞു എന്ന് കരുതി തന്നെ നമ്മൾ എഴുതണം. അതായത് ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 1,00,000 രൂപ ലഭിച്ചു, എനിക്ക് അത്രയും സന്തോഷം തോന്നുന്നു, ഈ പണം എന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഞാൻ സമൃദ്ധിയുടെയും ആശ്വാസത്തിൻ്റെയും ഊർജ്ജത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമായി കണ്ടെഴുതുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു പ്രായോഗിക രചനാ രീതി തന്നെയാണ്. എനിക്കത് ലഭിക്കും എന്നതിന് പകരം എനിക്ക് അത് ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എഴുതേണ്ടത്. നമ്മൾ ഈ സ്ക്രിപ്റ്റിംഗ് എഴുതുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കണം, നന്ദി കൊണ്ട് മനസ്സ് നിറഞ്ഞതായിരിക്കണം, അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ 100% ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ഫീലിങ്സോട് കൂടി വേണം നമ്മൾ എപ്പോഴും ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എഴുതാനായിട്ട്. അതുപോലെ തന്നെ നന്ദി പറയുക. അപ്പം എൻ്റെ ജീവിതത്തിലേക്ക് ഈ സമൃദ്ധി വരുന്നതിന് യൂണിവേഴ്സിന് നന്ദി കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കണം, നമ്മുടെ ഹൃദയം അത്രയും ശുദ്ധമായിരിക്കണം. ഇത് ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് നമ്മൾ സ്ഥിരമായി ആവർത്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദിവസേന ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വീതം ഇതിനു വേണ്ടി കണ്ടുപിടിക്കുക. നമ്മൾ ദിവസം തുടർച്ചയായിട്ട് 21 ദിവസം എഴുതുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് തന്നെ ശക്തമായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ നമുക്ക് പണമാണ് ആവശ്യമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ 5 ലക്ഷം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഈ പണം എളുപ്പത്തിൽ സന്തോഷത്തോടെയാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് നമുക്ക് എഴുതി ചേർക്കാം. ഇപ്പോൾ നമുക്കൊരു ജോബാണോ ആവശ്യം, അതിനും നമുക്ക് ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് എഴുതുന്നതെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് 21 ദിവസം
എനിക്കിന്ന് വളരെയധികം നന്ദിയുണ്ട്. ഞാനിപ്പോൾ അത്യന്തം ആരോഗ്യമുള്ളവളാണ്, അല്ലെങ്കിൽ ആരോഗ്യമുള്ളവനാണ്. എൻ്റെ ശരീരം എനിക്ക് നന്ദിയോടെ പ്രതികരിക്കുന്നു. ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണവും എനിക്ക് ഊർജം നൽകുന്നു. എൻ്റെ മനസ്സ് സമാധാനത്തിലും ആത്മവിശ്വാസത്തിലും തുടരുന്നു. ഞാൻ ദിവസേന കൂടുതൽ ആരോഗ്യവതിയാകുന്നു. ഇതിനെല്ലാം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.